ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഇല്ലന്നറയാണ് ജൂലൈ 27 അതായത് അടുത്ത ഞായറാഴ്ച. അപ്പോൾ ഇല്ലന്നറയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ഈ ക്ഷേത്രത്തെ പറ്റിയൊന്ന് പറയാം. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ടൗണിന് തൊട്ടടുത്തുള്ള കക്കാടാണ് ശ്രീ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇടതുവശത്തേക്ക് തിരിഞ്ഞ തുമ്പിക്കൈയോടുകൂടിയ ഗണപതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠാമൂർത്തി. ഉപദേവതകളായി വേട്ടേക്കരൻ, ദമ്പതി രക്ഷസ്, ദുർഗ, ഭദ്രകാളി, നാഗങ്ങൾ, രക്തേശ്വരാദി ഗണങ്ങൾ, നവഗ്രഹങ്ങൾ എന്നിവയുമുണ്ട്. സർവവിഘ്നഹരനും സർവാഭീഷ്ടദായകനുമാണ് ഗണപതി ഭഗവാൻ. ഈ വർഷത്തെ ഇല്ലന്നറ ജൂലൈ 27 കേട്ടോ. അപ്പോൾ കർക്കിടകത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ് ഇല്ലന്നറ ആഘോഷിക്കുന്നത്. ഇല്ലന്നറ എന്നാൽ വീട് നിറയുക എന്നാണ് അർത്ഥം. ഇതൊരു വിളവെടുപ്പ് ഉത്സവമാണ്. അപ്പോൾ കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ ചടങ്ങ്. കർഷകർ തങ്ങളുടെ വിളകൾക്ക് നന്ദി പറയുകയും അടുത്ത വിളവെടുപ്പ് വരെ ഐശ്വര്യം നിലനിർത്താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇത്. ഇല്ലന്നറയുടെ ചെറിയൊരു വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ ചടങ്ങുകളൊക്കെ എന്നുള്ളത്. മുന്നേ നടന്നിട്ടുള്ള ഇല്ലന്നറയുടെ ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പുതിയതായി വിളവെടുത്ത നെൽക്കതിര് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് പൂജയൊക്കെ ചെയ്തതിന് ശേഷം ഭക്തജനങ്ങൾക്ക് ഈ പൂജിച്ച നെൽക്കതിര് വിതരണം ചെയ്യും. അപ്പോൾ ഈ നെൽക്കതിര് നമുക്ക് വീടുകളിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തോ മച്ചിലോ ഒക്കെ സൂക്ഷിക്കരുത്. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കുമെന്നും അടുത്തൊരു വർഷത്തേക്ക് വീടിൻ്റെ ഐശ്വര്യമായിട്ട് നിലകൊള്ളുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതാണ് ഇല്ലന്നറയെ പറ്റിയിട്ടുള്ള ഐതിഹ്യം. അപ്പോൾ നമ്മുടെ കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ അടുത്ത ഞായറാഴ്ചയാണ് ഇല്ലന്നറയും തൃപ്പുത്തടി നിവേദ്യവും നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായും പൂജിച്ച നെൽക്കതിര് ഏറ്റുവാങ്ങുന്നതിനുമായും എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ എല്ലാവരും വരണം കേട്ടോ. പിന്നെ ഈ നോട്ടീസിൽ കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകൾ ഇതിൽ വിവരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് വരിക, ചടങ്ങിലൊക്കെ പങ്കെടുക്കുക, എല്ലാ ഐശ്വര്യപൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുക. എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ. ഈ നോട്ടീസിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്. വഴിപാടുകളെക്കുറിച്ചും അത് രസീതാക്കേണ്ട ഫോൺ നമ്പറുകളും എല്ലാം ഈ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എല്ലാവരും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.